കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ആരാധനാലയങ്ങളിൽ നടന്ന മോഷണം അതിരുകളില്ലാത്തതാണ്. ഏറ്റവും വലിയ ഉദാഹരണമായി മാസങ്ങൾ ചർച്ച ചെയ്യുന്ന ശബരിമല മാറിയിരിക്കുമ്പോൾ ഏറ്റവും പുതിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരിമറികൾ മുന്നോട്ട് വരികയാണ്. ദേവസ്വം വകുപ്പിൽ ബാധിച്ചിരിക്കുന്ന ജീർണതകളെ സംരക്ഷിച്ചു വന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ ഏമാന്മാരായിരുന്നു. എല്ലാം പങ്കുകച്ചവടക്കാരുടെ പണിയാണ് എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ തല തകർന്നു പോകുന്ന വിശ്വാസ സമൂഹത്തിന്റെ മുന്നിൽ കൈമലർത്തി നിൽക്കാൻ മാത്രമേ ദൈവങ്ങൾക്ക് പോലും കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോഴാണ് ഒരു ദൈവനിയോഗം പോലെ കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായി കെ മുരളീധരനും ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയും നിയമിതരാകുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞത് അമ്പലങ്ങളിലെ കൊള്ളയ്ക്കെതിരെ ഈ രണ്ട് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കൈകോർക്കുകയാണ്. അതായത് അമ്പലക്കള്ളന്മാരെ ഒന്നൊഴിയാതെ തൂക്കിയെടുക്കാൻ പോകുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ഏറ്റവും അധികം സംരക്ഷണം കിട്ടിയത് ക്ഷേത്രങ്ങളും അവിടുത്തെ അമൂല്യ വസ്തുക്കളും കൊള്ളയടിക്കുന്നവർക്കാണ് എന്നുള്ളതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. ശബരിമലയെ സർവ്വതും കയ്യിലാക്കി അവസാനം പത്മനാഭസ്വാമിയെ മോഷ്ടിച്ച് കത്തിക്കയറുമ്പോഴാണ് അധികാരം UDF-ന് ലഭിക്കുന്നത്. ആരംഭശൂരത്വം ഉണ്ടായിരുന്ന ശബരിമല കേസ് അവസാനം മുങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ പുതുതായി വന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോടെ ഇനിയും മാറ്റങ്ങൾ വരുമെന്ന് ഉറപ്പിക്കാം. SID-യിൽ വലിയ അതൃപ്തി ഞങ്ങൾക്കുണ്ടെന്നും എന്നാൽ അത്ര പെട്ടെന്ന് അവരെ മാറ്റാൻ പറ്റില്ലെന്നും അറിയിച്ച മുരളീധരൻ അതിനുള്ള നിയമോപദേശം നേടാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അല്ലെങ്കിൽ ആഭ്യന്തരവും ദേവസ്വവും കൈകോർത്തുകൊണ്ട് ദൈവത്തിന്റെ മുതൽ മോഷ്ടിച്ചവരെ പൂട്ടാൻ തീരുമാനിച്ച വിവരം വളരെ സന്തോഷത്തോടെയാണ് കേരളത്തിലെ ഭക്തജന സമൂഹം കേൾക്കുന്നത്. മുരളീധരൻ അതിശക്തമായ ചില തീരുമാനങ്ങളാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇനി വിഷയം സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്നും ഒരു കാരണവശാലും ക്ഷേത്രസ്വത്ത് അപഹരിക്കാൻ പാടില്ല എന്നുമാണ് സർക്കാരിന്റെ തീരുമാനമെന്നും ആദ്യം തന്നെ സൂചന നൽകി. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും സുതാര്യമായിരിക്കും. സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കുമെന്നും ആ കണക്കുകൾ ക്ഷേത്രം പുറത്തുവിട്ടില്ലെങ്കിലും സർക്കാർ പുറത്തുവിടുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയതോടെ അമ്പലക്കള്ളന്മാരുടെ തലയിൽ തീ പിടിച്ചിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ലെന്ന് പോലീസ് പരാതി ലഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാനില്ലെന്നാണ് ADGP റിപ്പോർട്ട് നൽകിയത്. അതുപോലെ കഴിഞ്ഞ ദിവസമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ ശ്രീകോവിലിനുള്ളിൽ വൈരനാമം, ക്ഷേത്രത്തിലെ സ്വർണ്ണവിളക്ക്, 78 ഗ്രാം തൂക്കം വരുന്ന മറ്റു സ്വർണം തുടങ്ങിയവ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ മോഷണത്തിന് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2 മോഷണങ്ങളും നടന്നിരിക്കുന്നത് ഒരേ കാലയളവിലാണ് എന്നുള്ളത് ഏകദേശം മോഷണത്തിന്റെ രൂപം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൈകോർക്കുന്നതും അമ്പലക്കള്ളന്മാരെ തൂക്കാൻ പദ്ധതിയിട്ടതും.